എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 4ാം നാൾ. കൂശ്മാണ്ഡ ദേവിയെയാണ് നാം 4ാം നാൾ ആരാധിക്കേണ്ടത്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ദേവി. സൂര്യനെ പോലെ തിളങ്ങുന്ന ശരീരമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പേര് ലഭിച്ചതും. ഈ ദേവിയുടെ നവരാത്രി പ്രാധാന്യത്തിൽ തൻ്റെ ആരാധകർക്ക് നല്ല ക്ഷേമവും ശാന്തിയും നൽകുന്നു എന്നതാണ്. 8 കൈകളോടെയാണ് ദേവി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടഭുജാംഗ ദേവി എന്നും ദേവി അറിയപ്പെടുന്നു. ഇന്നത്തെ കളർ ഓറഞ്ചാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് ഈ ദിനം വളരെ മികച്ചതാണ്. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്നും അറിയപ്പെടുന്ന കൂശ്മാണ്ഡ സൂര്യൻ്റെ ഉള്ളിൽ വസിക്കാനുള്ള ശക്തിയും കഴിവും ഉള്ള ദേവത എന്നും അറിയപ്പെടുന്നു. ദേവി 8 കൈകളോടുകൂടി സിംഹത്തിൽ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യം ഗോതമ്പ് അലുവയും പട്ടാണി മാങ്ങച്ചുണ്ടലുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രസാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് പട്ടാണി ചുണ്ടലാണ്. വെള്ളപ്പട്ടാണി കടല വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. 1 കപ്പ് കടല 8 മണിക്കൂർ കുതിർക്കാനിടുക. കുതിർത്ത കടല ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും 1 സ്പൂൺ കല്ലുപ്പും ചേർത്ത് വേവിക്കുക. 3 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം കുക്കർ തണുക്കാൻ വയ്ക്കാം. കുക്കർ തണുത്തതിന് ശേഷം തുറന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ് വയ്ക്കുക. പട്ടാണി അമർത്തി നോക്കിയാൽ അറിയാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമ്മൾക്ക് ഒരു മാങ്ങ ചെറുതായി മുറിച്ച് വയ്ക്കാം. ഞാൻ ഇന്നിവിടെ ഒരു മാങ്ങയാണ് മുറിക്കുന്നത്. നമ്മുടെ ചുണ്ടലിൽ ചേർക്കാൻ ഇത്ര മാങ്ങ ആവശ്യമില്ല. ബാക്കിയുള്ള മാങ്ങ വെച്ച് ഇൻസ്റ്റൻ്റായി അച്ചാറിടാം. ഉപ്പും മുളകുപൊടിയും പച്ച വെളിച്ചെണ്ണയും കായപ്പൊടിയും ചേർത്താൽ 1ാം തരം മാങ്ങ അച്ചാറായി. ഇനി നമ്മൾക്ക് ചുണ്ടലിൽ ചേർക്കാൻ ഒരു മസാല വറുത്ത് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ 2 സ്പൂൺ കൊത്തമല്ലിയും 1 സ്പൂൺ കടലപ്പരിപ്പും 4 ഉണ്ട വറ്റൽമുളകും ചേർത്ത് സിമ്മിൽ വറുക്കുക. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ വാങ്ങി തണുക്കുവാൻ വയ്ക്കാം. ഇനി ഇത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ മസാല വറുത്ത അതേ കടായിൽ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് രണ്ടാക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ച പട്ടാണിക്കടല ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാല ചേർത്ത് മിക്സ് ചെയ്യുക. 4 സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് യോജിപ്പിച്ചാൽ നമ്മുടെ പട്ടാണി മാങ്ങ ചുണ്ടൽ റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് അലുവയാണ്. ഇതിനാദ്യം നമ്മൾക്ക് ട്രേ സെറ്റ് ചെയ്യാം. നമ്മൾക്ക് ട്രേയിൽ കുറച്ച് നെയ്യ് പുരട്ടി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ 4 സ്പൂൺ നെയ്യൊഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുത്തെടുക്കുക. വറുത്ത അണ്ടിപ്പരിപ്പ് കോരി മാറ്റാം. ഇനി അതേ നെയ്യിൽ 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് വഴറ്റുക. 1 കപ്പ് നെയ്യാണ് ഗോതമ്പ് അലുവയ്ക്ക് വേണ്ടത്. ബാക്കിയുള്ള നെയ്യ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1:1:2 എന്ന അനുപാതത്തിലാണ് നെയ്യും ശർക്കരയും എടുക്കേണ്ടത്. ഗോതമ്പ് മാവ് കുതിർത്ത് പാലെടുത്ത് പിഴിഞ്ഞുണ്ടാക്കുന്ന അലുവയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ അലുവയ്ക്കും. ഗോതമ്പ് മാവ് സിമ്മിൽ ബിസ്ക്കറ്റ് കളർ ആവുന്നത് വരെ വറക്കുക. ഇത് തൽക്കാലം വാങ്ങി വെച്ചിട്ട് നമ്മൾക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഒരു പാനിൽ 2 കപ്പ് ശർക്കരയും വെള്ളവും ചേർത്ത് ഉരുക്കുക. 2 അടുപ്പുണ്ടെങ്കിൽ ഒന്നിൽ ഗോതമ്പ് മാവ് വറുക്കുക. അടുത്ത അടുപ്പിൽ ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി തിളച്ചാൽ വാങ്ങി വയ്ക്കുക. ഗോതമ്പ് മാവിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് തിളപ്പിക്കുന്ന വീഡിയോ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. വീണ്ടും പാൻ വെച്ച് ഗോതമ്പ് മാവ് സിമ്മിൽ വറുക്കുക. അതിലേക്ക് പാവ് അരിച്ചൊഴിച്ച് കുറുക്കുക. അലുവ കുറുകി വശങ്ങളിൽ നിന്നും വിട്ടുവരുമ്പോൾ വാങ്ങി നെയ്മയം പുരട്ടിയ തട്ടിലേക്ക് ഒഴിക്കുക. അണ്ടിപ്പരിപ്പ് വറുത്തതുകൂടി ചേർത്താണ് കുറുക്കേണ്ടത്. നല്ല കട്ടിയായിട്ടുള്ള അലുവയാണ് വേണ്ടതെങ്കിൽ മാവ് ഉരുണ്ടു വരുന്നതുവരെ ഇളക്കി യോജിപ്പിക്കുക. സോഫ്റ്റ് അലുവയാണ് വേണ്ടതെങ്കിൽ മാവ് വശങ്ങളിൽ നിന്നും വിട്ടുവരുമ്പോൾ വാങ്ങി വയ്ക്കാം. ആറിയ ശേഷം മുറിച്ച് കഷ്ണങ്ങളാക്കുക. നമ്മുടെ ഗോതമ്പ് അലുവയും തയ്യാറായി. നമ്മളിന്നുണ്ടാക്കിയ പട്ടാണി ചുണ്ടലും
ഗോതമ്പലുവയും ഭക്തിയോടെ നിറഞ്ഞ മനസ്സോടെ ദേവിക്ക് സമർപ്പിക്കാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.